കൂട്ടുകാരികൾക്ക് കണ്ണീരോടെ വിട. പനയമ്പാടം അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം കബറടക്കി. ജീവിച്ച് കൊതിനീരു മുമ്പേ വിധി തട്ടിയെടുത്ത ആ 4 കൂട്ടുകാരും അടുത്തടുത്ത കബറുകളിൽ നിത്യനിദ്ര പൂകി. കരിമ്പ തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരൊറ്റ കബറിലാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ അടക്കിയത്. ഒരൊറ്റ കബറിൽ 4 അടിക്കബറുകൾ ഒരുക്കിയാണ് കൂട്ടുകാരെ 4 പേരെയും ഒരുമിച്ചടക്കിയത്. രാവിലെ 6:30 പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും 4 പേരുടെയും മൃതദേഹം വീടുകളിലെത്തിച്ചു. ബന്ധുക്കൾ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം 4 പേരുടെയും മൃതദേഹങ്ങൾ കരിമ്പിനൽ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. വിദ്യാർത്ഥിനികളുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച കരിമ്പിനൽ ഹാളിലേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. മന്ത്രിമാരായ എം പി രാജേഷ്, കെ കൃഷ്ണൻകുട്ടി, മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, MLA-മാരായ കെ ശാന്തകുമാരി, രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ 6 മണിയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ചെറുവള്ളിയിൽ അടുത്തടുത്താണ് വിദ്യാർത്ഥിനികളുടെ വീട്. നാട്ടുകാരും വിദ്യാർത്ഥിനികളുടെ സഹപാഠികളും ബന്ധുക്കളും അടക്കം നിരവധി പേരാണ് കുഞ്ഞുങ്ങളെ അവസാനമായി ഒരു നോക്ക് കാണാൻ വീടുകളിലേക്ക് എത്തിയത്. ഇന്നലെ വൈകിട്ട് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് 4 വിദ്യാർത്ഥിനികളുടെയും മുകളിലേക്ക് സിമൻറ്റ് കയറ്റി പോവുകയായിരുന്ന ലോറി മറിഞ്ഞത്. കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ചെറുള്ളി പള്ളിപ്പുറം അബ്ദുൾ സലാമിൻ്റെയും ഫാരിസയുടെയും മകൾ PA ഇർഫാന ഷെറിൻ, പൊട്ടത്തോടി അബ്ദുൾ റഫീഖിൻ്റെയും ജസീനയുടെയും മകൾ റിത ഫാത്തിമ, കൗളേങ്ങിൽ സലീമിൻ്റെയും നബീസയുടെയും മകൾ നിത ഫാത്തിമ, അത്തിക്കൽ ഷറഫുദ്ദീൻ്റെയും സജ്നയുടെയും മകൾ AS ആയിഷ എന്നിവരാണ് മരിച്ചത്.